മണ്ണ് വെച്ചിട്ട് നമുക്കൊരു കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കോഴിക്കുഞ്ഞ് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് താറാക്കുഞ്ഞായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഏത് കുഞ്ഞായാലും നമുക്ക് കുഴപ്പമില്ലല്ലോ, ക്യൂട്ടായാൽ മതിയല്ലോ. പിന്നെ ഞാൻ നാളെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊരു മലയാളി യൂട്യൂബറിൻ്റെ തന്നെ ഒരു ഇൻസ്പിറേഷൻ നോക്കിയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ എൻ്റെ അതിനെക്കാട്ടി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ സംഭവം ഇതുപോലെ ഇച്ചിരി തുന്നി കൊടുക്കുന്നതാണ് പണിയായിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗം മാത്രം നമ്മൾ തുന്നുക. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് കോട്ടൺ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇത് കാണുമ്പോൾ തൊപ്പി പോലൊക്കെ തോന്നും കേട്ടോ. ഒന്ന് തിരിച്ചിട്ടിട്ട് വേണം അതിൻ്റെ അകത്ത് നമ്മൾ കോട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആ കോട്ടൺ നന്നായിട്ട് വെച്ച് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം കൂടെ അതുപോലെ തുന്നി കൊടുക്കുക. അത് കുറച്ച് കഷ്ടപ്പെടും, എന്നാലും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ശരിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ 2 ബോൾസാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ചെറിയ ബോളും ഒരെണ്ണം വലിയ ബോളും ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഇത് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ആ രീതിക്ക് ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ കാലും മൂക്കും ഒക്കെ ഞാൻ തയ്ച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു ഇതിൽ അളവിനെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുക. അതൊന്ന് അതിൻ്റെ നൂലൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോഴിക്കുഞ്ഞിനെക്കാട്ടി വലിയ കാലമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡ്രിം ചെയ്ത് ഒതുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കീ ചെയിൻ വല്ലതും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് സോഫ്റ്റ് ആണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഇച്ചിരി കട്ടിയുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ വലിയ 2 കണ്ണുകളുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു മാലയുടെ മുത്ത് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാവരുടെയും കയ്യിലുള്ളതായതുകൊണ്ട് ചെയ്തു വെക്കുക, അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ആ കളറ് അത് തന്നെ ആവണമെന്നൊന്നുമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ ഏത് കളറിലും ചെയ്യാമല്ലോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ബ്ലഷ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ ആർട്ട് ചെയ്യാമോന്ന്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഫേക്ക് നെയിൽസ് എൻ്റെ നെയിൽസിൽ ഒട്ടിച്ചിട്ട് അതിൽ എന്തെങ്കിലും പണി ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നെയിൽ പോളിഷോ അങ്ങനെ ഒരു കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ഇങ്ങനെ വൈകിക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് കീ ചെയിൻ ഇട്ട് സെറ്റാക്കി കൊടുത്തത് വേറെ അങ്ങനെയല്ല, അതിൻ്റെ മുകളിൽ തന്നെ വരുന്നൊരു കോട്ടൻ്റെ അല്ല, ഒരു നൂലിൻ്റെ ഭാഗം വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിനകത്തൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ബാഗിലൊക്കെ തൂക്കി കൊണ്ടുപോകുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.